പണ്ടത്തേക്കാൾ കൂടുതലുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് വസ്തുതാപരമാണ്. ഞങ്ങൾ സോഫ്റ്റ് ആകേണ്ടി വരുന്നത് ഞങ്ങൾ ഏത് വിഷയത്തിലാണെന്ന് വെച്ചാൽ വല്ലാതെ കോർണറൈസ് ചെയ്യപ്പെടുന്നു. അതും കമ്മ്യൂണലായി ഒരു പാർട്ടിയിലും ഒരു ആൾക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത ബുദ്ധിമുട്ട് ലീഗ് അനുഭവിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ അണികൾ ഇപ്പോൾ ഷുക്കൂർ വാദത്തിൽ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ അവിടെ ചോദിക്കുന്നത് ഒരുത്തനെ കൊന്നു തള്ളിയിട്ടു, അതും 2 മണിക്കൂർ വളഞ്ഞു വെച്ചിട്ട് ഇവർ കൊന്നു. ആരെയും പോയി രക്ഷിച്ചോ? ലീഗുകാർ എവിടെയായിരുന്നു? KM ഷാജിനെ ഒരുപാട് വിളിച്ചു, ശുദ്ധ കളവ് പറയാണ്. എൻ്റെ ഫോണിൽ ഒരു കോൾ പോലും വന്നിട്ടില്ല. വിളിച്ചു MLA എന്നുള്ള നിലക്ക് ഷുക്കൂർ ആർത്ത് കരഞ്ഞു, എന്നിട്ട് പോയില്ല. ഞങ്ങൾ അണികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ ഈ ലീഗിൻ്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. NDF പ്രചരണം നടത്തുകയാണ്. മറുഭാഗത്ത് കണ്ണൂർ ജില്ലയിൽ CPM ഒരു ഭാഗത്ത് ആക്രമിക്കുക, ക്യാമ്പസുകളിൽ SFIയുടെ ആക്രമണം ശക്തമായി വരുന്നു. അവ ചോദിക്കുകയാണ്, ഞങ്ങൾ SFIൻ്റെ ആക്രമണം ആരും നിൽക്കുന്നില്ല, ഞങ്ങൾ CP-കാരാണ്, സച്ചിൻ ABVP-കാരനെ കൊന്നത് ഞങ്ങളാണ്. ഒരു ഭാഗത്ത് ഒരു ടീനേജിൽ നിൽക്കുന്ന കുട്ടികളെ യങ്സ്റ്റേഴ്സിനെ മുഴുവൻ പ്രകോപിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു കൂട്ടർ. ഞങ്ങൾ അവർക്കിടയിൽ നടത്തുന്ന ഒരു യുദ്ധം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ പലതരം പോരായ്മകൾ നിങ്ങൾ പുറത്തുനിന്ന് സൂക്ഷിക്കുമ്പോൾ ഉണ്ടാവും. മുസ്ലിം ലീഗിനെ ഇതിലൊരു കൂട്ടമായ ഒരു ആക്രമണം നടക്കുന്നു. പെട്ടെന്ന് ഞങ്ങളെല്ലാം കൂടി പേടിച്ച് ഇതിന് ഒരു പ്രതിരോധം ഉണ്ടാക്കി തീർക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുന്നതാണ് എൻ്റെ നിരീക്ഷണം. മുസ്ലിം ലീഗിന് ഒരു ക്രെഡിബിൾ ഒരു സൊസൈറ്റി ഉണ്ട്, ഒരു കൃത്യമായ വിശ്വാസ്യതയുള്ളൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ വിശ്വാസം അർപ്പിക്കാം. മുസ്ലിം ലീഗിന് ഈ തെറ്റിദ്ധാരണകൾ ലീഗിനെതിരെ പറയുന്നവരുടെ കാലം മാറും. അതിന് അവസരം വരും മുസ്ലിം ലീഗിന്. ആ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾക്കനുസരിച്ച് മുസ്ലിം ലീഗ് പ്രതികരിച്ച് മുമ്പോട്ട് പോവുക എന്നല്ലാതെ പിന്നെ ഇപ്പോൾ ആരൊക്കെയോ എതിർക്കാൻ വരുന്നു എന്ന് കരുതിയിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു മുന്നൊരുക്കം മുസ്ലിം ലീഗ് കാര്യത്തിൽ ഒരു ഒഫൻസീവ് സ്റ്റൈലിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മുസ്ലിം ലീഗ് അങ്ങനെ കേരളത്തിന് മുസ്ലിം ലീഗിനെ കൈയൊഴിയാൻ കഴിയില്ല. മലയാള ഭാഷ കൊണ്ട് കസർത്ത് നടത്തിയിട്ട് പ്രതിരോധത്തെ, തീവ്രവാദത്തെ പ്രതിരോധമാക്കാമെന്ന് ദയവ് ചെയ്ത് NDF-കാരൻ വിചാരിക്കണ്ട. നട്ടപ്പാതിരക്ക് ഒറ്റക്ക് പോകുന്നവനെ മുഖം മൂടിയിട്ട് പിറകിൽ നിന്ന് ആക്രമിക്കുന്നതിൽ എവിടെയാണ് പ്രതിരോധം ഉള്ളത് എന്ന് നിങ്ങൾ പറയണം. എവിടെയാണ് പ്രതിരോധം? ചിലര് മുഖം മൂടിയിട്ടിട്ട് ആക്രമിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രത്തിൽ, താബിങ്ങളുടെ ചരിത്രത്തിൽ മുഖം മൂടിയിട്ട് ഷഹീദാൻ പോയാലും മുഖം മൂടിയിട്ടിട്ട് യുദ്ധം നടത്തിയൊന്നും കാണാൻ പറ്റൂല. എന്തിനാണോ നട്ടപ്പാതിരക്ക് ആളെ കൊല്ലാനൊരു സംഘടന കൊട്ടേഷൻ പാർട്ടിനെ ഏൽപ്പിച്ചാൽ പോലെ? ഞാൻ MLA സ്ഥാനം കിട്ടാതെ തന്നെ വെള്ളം തീർത്തിയിട്ടില്ല. കാരണം അതിനാണല്ലോ കോംപ്രമൈസ് ചെയ്യേണ്ടത്. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എല്ലാവരും വോട്ട് ചോദിച്ചപ്പോൾ ഞാൻ വോട്ട് വേണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രസംഗം ഇപ്പോഴും റെക്കോർഡഡ് സ്പീച്ചാണ്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യം എന്ത്? എൻ്റെ വിശ്വാസം, ഞാനൊരു മുസ്ലിമായി ജീവിക്കുന്ന കാലത്തോളം എനിക്കത് കോംപ്രമൈസ് ഇല്ല. എന്നാണോ ഞാൻ തീവ്രവാദത്തിനോട് കോംപ്രമൈസ് ചെയ്യുന്നത് അന്ന് ഞാനൊരു മുസ്ലിം അല്ലാതാവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ഞാനത് ചെയ്യില്ല. പിന്നെ ഞാൻ യൂത്ത് ലീഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയല്ലോ. പാർട്ടിയിൽ ഇപ്പോൾ ഞങ്ങൾ പാർട്ടിയുടെ പുതിയ നിയമവ്യവസ്ഥ അനുസരിച്ച് ഞങ്ങളിപ്പോൾ നിസ്സഹായരാണ്. MLA-മാർ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ മണ്ഡലം മാത്രം നോക്കുന്ന ആളുകളാണ്. പാർട്ടിയിൽ കാര്യമായ റോളുകളില്ല. ഇപ്പോൾ അഴീക്കോട് പോലത്തെ ഒരു മണ്ഡലമാണ് ഒരു മന്ത്രിസഭയിൽ വലിയ ഭൂരിപക്ഷം ഇല്ലാത്ത സമയമാണ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട താങ്കളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, കാരണം എന്നെ ഈ MLA സ്ഥാനം ഒഴിവാക്കിയിട്ട് പാർട്ടിയിലൊരു സ്ഥാനം തരാൻ. ഞാനിപ്പോഴും 1000 തവണ ഇഷ്ടപ്പെടുന്നത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ആവുന്ന കാലത്തെയാണ്. MLA എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ 100ൽ 1 പോലും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ. അപ്പോൾ ആ പ്രശ്നം എനിക്കുണ്ടായിട്ടുണ്ട്. MLA എന്നുള്ള നിലക്ക് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും MLA സ്ഥാനവും തമ്മിൽ കമ്പയർ ചെയ്താൽ MLA എന്നുള്ള നിലക്ക് ഞാൻ നിരാശനാണ്. യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനമായിരുന്നു എന്നെ ഇതിനേക്കാൾ കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഒരു പാർട്ടിയോട് ഞാൻ പാർട്ടിയോട് പറയും, ഞാനിന് മത്സരിക്കാൻ ഞാനില്ല എന്ന് ഞാൻ പറയും. അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ എന്തായാലും അടുത്ത തവണ ഇല്ല എന്ന് പാർട്ടിയോട് ഞാൻ പറയും. പക്ഷേ പറയാനേ എനിക്ക് പറ്റുള്ളൂ. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ മാത്രമാണ് ഞാൻ. പക്ഷേ എനിക്ക് വ്യക്തിപരമായി ഞാൻ ഇനിയൊരു മത്സരത്തിന് മത്സരിക്കുക എന്നുള്ള നിലക്ക് ഞാൻ സംതൃപ്തനല്ല. എനിക്ക് അതിനേക്കാൾ കൂടുതൽ സംഘടനക്കകത്ത് നിന്ന് ചെയ്യാൻ കഴിയും. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും, സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. തീവ്രവാദ എലമെന്റുകൾ ഒരു ഭരണം വന്നാലും കുറയില്ല. അവർ എല്ലാ ശാക്തീകരിക്കപ്പെട്ട ആളുകളാണ്. എല്ലാ ഭരണം നടന്നാലും പോലീസിനെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ സ്വാധീനിക്കാൻ അവരുടെ ശ്രമങ്ങൾ നടക്കും. ഇപ്പോഴും പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നിടത്ത് NDF-കാരില്ലേ? എത്ര സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഈ NDF-ന്റെ മണൽ മാഫിയകൾ പണം കൊടുത്ത് എത്ര ഉദ്യോഗസ്ഥന്മാരെ വിലക്ക് വാങ്ങിയിട്ടുണ്ട്? എവിടെ ഇല്ലാത്തത്? അപ്പോൾ ഭരണം മാറുന്നത് കൊണ്ട് തീവ്രവാദികൾ അപ്പം പെട്ടിയും കിടക്കി പോകും എന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. തീവ്രവാദത്തിൻ്റെ രീതിയും അതുമല്ല. അവരെല്ലാവരും സ്വാധീനിക്കാൻ ശ്രമിക്കും. പിന്നെ ആരൊക്കെ പെടുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അങ്ങനെ പെടുന്ന ഒരാളായിരുന്നില്ല. തീവ്രവാദികൾ ഫിനാൻഷ്യലി ഹൈലി സെക്യൂറാണ്.
അവരെ പിന്നെ ആ പണം അവരെ കയ്യിലെടുത്തോളം കാലം എല്ലാ ഭരണത്തിലും സ്വാധീനിക്കാനുള്ള സാധ്യതകൾ അവർ നടത്തും. അതുകൊണ്ട് LDF ഭരണം കഴിഞ്ഞപ്പോൾ തീവ്രവാദികൾ പോയി ഞാൻ വിചാരിക്കുന്നില്ല. UDFിന്റെ ഭരണ സംവിധാനത്തിനകത്ത് അവർ കഴിഞ്ഞു കയറാൻ കഴിയില്ല. CPMന്റെ പൊളിറ്റിക്കലി അതിന്റെ സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് അല്ലാതെ അതിനകത്ത് ഇടക്കാലത്ത് വന്നിരുന്ന കമേഴ്സ്യൽ കമ്മ്യൂണിസം ഉണ്ട്. കണ്ണൂർ ലോബി നടത്തിയിരുന്ന ഒരു കച്ചവടം. അതിനകത്ത് പിന്നെ പല അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. പക്ഷേ എന്ന് കരുതി തോമസ് ഐസക്കിനെയോ അച്യുതാനന്ദനെയോ അതിലൂടെ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. കണ്ണൂരിലെ ഒരു ലോബി നിർഭാഗ്യവശാൽ അന്ന് ആഭ്യന്തര വകുപ്പ് കോടിയേരിയുടെ കയ്യിൽ പെട്ടു. നിർഭാഗ്യവശാൽ കോടിയേരി LDFിന്റെ സഹായത്തോടെ ജയിച്ചു വന്ന ഒരാളായി. ഈ ക്വസ്റ്റൻ വന്നപ്പോൾ അവരങ്ങ് യൂട്ടിലൈസ് ചെയ്തു. കോടിയേരിക്ക് കൊതറാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലാതെ കോടിയേരി മനഃപൂർവ്വം LDF വരെ സഹായിക്കുന്നു എന്നല്ല. ചില ദുർബലതകളാണ് രാഷ്ട്രീയക്കാരെ ഇത്തരം ആളുകളെയൊക്കെ സഹായിക്കാൻ പ്രേരിപ്പിക്കുക, ചില കമ്മിറ്റ്മെന്റ്സ്. ഞങ്ങള് മണ്ണിനും മനുഷ്യനും വേണ്ടി ഉയർത്തിയിരിക്കുന്ന ഒരു ആശയപരമായ ഒരു നിലപാടുണ്ട് കേരളത്തിൽ. അത് മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള ആശയപരമായ നിലപാടാണ്. സത്യത്തിൽ ഞങ്ങള് മീഡിയകളൊക്കെ പറയുന്ന പോലെ ഹരിത രാഷ്ട്രീയം, ഞങ്ങൾ ഹരിത ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് വമ്പിച്ച തമാശയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് പേര് തിരുവനന്തപുരത്ത് നിയമസഭ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒരു കുറച്ച് പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ നിയമസഭയിലെ സ്ഥിരമായ വളരെ ബോറിംഗ് ആയിട്ടുള്ള സെഷനുകളൊക്കെ ആകുമ്പോഴൊക്കെ വൈകുന്നേരം ഒരു ലക്ഷം ട്രിപ്പ് ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും പോകും, ഒരു പാട്ടൊക്കെ കേൾക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ സമാനമായ ഞങ്ങൾ യോജിച്ച ഒരു മേഖലയായിരുന്നു കേരളം അഭിമുഖീകരിക്കുന്ന എൻവയറമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. എനിക്ക് ഒരു വിഷയം അങ്ങനെ ഒരു സമാന ചിന്താഗതിക്കാർ കൂടി ഞങ്ങളിപ്പം ഒരു പുതിയ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, ഞങ്ങളൊരു ബ്ലോഗ് തുടങ്ങി. അത്ര അതിനകത്തുള്ളൂ. മുസ്ലിം ലീഗിന്റെ പാർട്ടി എന്നോട് നോ പറഞ്ഞാൽ അവിടെ നിൽക്കില്ലേ? എന്ത് ജനാധിപത്യം പറഞ്ഞാലും ലീഗ് പാണക്കാട് തങ്ങൾ പറയുമെന്ന് നിൽക്കുള്ളൂ. അത്രയല്ല ഞങ്ങളെ പാർട്ടിയുടെ രീതിയുള്ളൂ. പാണക്കാട് തങ്ങൾ പറയണം ഷാജി നിർത്തുമല്ലോ. പക്ഷേ അത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ജനാധിപത്യം, ലീഗും അങ്ങനെയൊക്കെ സമ്മതിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളിതൊരു സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ മൂവ്മെന്റോ ഒന്നുമല്ല. അങ്ങനെയൊക്കെ ഒരു പഠനം നടത്തി ഇതിനകത്ത് ആളുകളെ ചേർക്കേണ്ട കാര്യമൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് വന്നവരുടെ ഹിസ്റ്ററിയും ആ വരേണ്ടവരുടെ ഗുണമേന്മകളുടെ ലിസ്റ്റൊന്നും ഞങ്ങൾ തയ്യാറാക്കിയിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി എനിക്കൊരു പ്രൊട്ടക്ഷനാണ് എപ്പോഴും. അപ്പോൾ എത്ര മീഡിയകൾ പലപ്പോഴും പറഞ്ഞപ്പോഴും. കാരണം അതിന് വേറൊരു കാര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിലേക്ക് എൻ്റെ ഒരു ലിങ്ക് വയനാട്ടിലെ N മമ്മൂട്ടി സാഹിബ് എന്ന് പറയും. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ കല്യാണം കഴിച്ചത് മമ്മൂട്ടിക്കയുടെ മകളാണ് ജ്യേഷ്ഠൻ്റെ മകൻ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ജില്ലാ ലീഗ് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അന്ന് മുതലേ ഒരു പ്രൊട്ടക്ഷനാണ് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. എന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് പലരും പറഞ്ഞു അങ്ങൊന്നും ചെയ്ത് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യങ്ങൾ മൂപ്പരത്ത് പോയി പറയാൻ എനിക്ക് കഴിയുമായിരുന്നു. മുനീർ എനിക്കൊരു വളരെ എൻ്റെ ഒരു സുഹൃത്താണ്. ഒരു നേതാവ് എന്ന് എനിക്ക് തോന്നുന്നതിനേക്കാൾ കൂടുതൽ ഒരു സുഹൃത്താണ്. അവർ രണ്ടുപേരും എനിക്ക് എൻ്റെ ഒരു ലീഗിനകത്തുള്ള ഒരു ഹൃദ്യമായ രണ്ട് അനുഭവങ്ങളാണ്. അതല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല. മുനീർ സാഹിബിനോട് ഒരുപാട് വിയോജിപ്പുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പലപ്പോഴും പലതരത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഞാൻ അതങ്ങനല്ല സാർ പറയേണ്ടത്, ഇതിങ്ങനല്ലേ പറയേണ്ടത്, നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജി പലതരം ഞാനത് എഴുതിരിച്ച് പറയുന്നില്ല. പല കാര്യത്തിലും അദ്ദേഹത്തോട് പറയാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹം തന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബും മുനീർ സാഹിബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട്. മുനീർ സാഹിബിന് ഒരു പിതാവില്ല, നേരത്തെ ചെറുപ്പത്തിലെ പിതാവില്ല. എനിക്കും ചെറുപ്പത്തിലെ പിതാവില്ലാതെ അയാളാണ്. എനിക്ക് ആ ടെൻഷനും വേദന അറിയാം. ഞാൻ കുഞ്ഞാ സാഹിബിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആണ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഞാൻ മുനീർ സാഹിബിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ജ്യേഷ്ഠനാണ്, നിങ്ങൾ ആ ആദരവോടുകൂടി കാണാൻ ഒരു സൗഹൃദപരമായിട്ട് പറയണം, അല്ലാതെ എന്നുള്ള ആൾക്കല്ല. അപ്പം എനിക്ക് അത് രണ്ടു കൂട്ടരോടും രണ്ട് തരത്തിലാണ് എനിക്ക് അവരോടുള്ള ഒരു അപ്രോച്ചും അവർക്ക് എന്നോടുള്ള അപ്രോച്ചും. PK കുഞ്ഞാലിക്കുട്ടി സാഹിബും മുനീർ സാഹിബും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കാനുള്ള ഒരുപാട് സാധ്യതകൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ അവരൊരു ടേബിളിൽ അപ്രോപ്പർ ഇരിക്കുമ്പോഴൊക്കെ അതൊന്നും അലിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയത്ത് അത് ഡെവലപ്പ് ചെയ്യാൻ പലതരത്തിലുള്ള ശത്രുക്കൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുനീർക്കയും ഒരുമിച്ചിരിക്കുമ്പോൾ ആ സംഭവങ്ങൾ അപ്പടി അങ്ങ് പോയി എന്ന് ഞാൻ എത്രയോ സാക്ഷിയാണ്. സംഭവം
ഇയാൾ വലിയ തമ്പുരാനാണെങ്കിൽ CPM-ന്റെ സെക്രട്ടറിയാണ്. അത് CPM-കാരോട് കാണിച്ചാൽ മതി, നാട്ടുകാരുടെ പെരടിക്കാരല്ല. ഇയാളാണ് എല്ലാവരെയും വെല്ലുവിളിക്കാൻ. കേരളം എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ സുൽത്താനാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് വിജയമാഷയുടെ പ്രസംഗം. ഏറ്റവും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രസംഗം പിന്നെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ആയിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗത്തിലൊന്ന് MP വീരേന്ദ്രകുമാർ. എന്നെ സ്വാധീനിച്ച പ്രസംഗകൻ, ഞാൻ വീരേന്ദ്രകുമാറിനെ പോലെ ആയിരുന്നു പ്രസംഗിക്കാറ് പണ്ട്. എന്നിട്ട് പിന്നെ അതൊരു അനുകരണമായി വന്നപ്പം പിന്നെ ഞാൻ തന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ആ പ്രസംഗം മാറ്റിയെടുത്തത്. അതല്ല, എനിക്ക് പ്രസംഗത്തിന് ഞാൻ ഒരു മാറ്റർ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചുണ്ടിനോട് പറയുന്നത് ഞാൻ പറയാറുള്ളൂ. ചുണ്ടുകൊണ്ട് മാത്രം പറഞ്ഞ് ഞാൻ പോകാറില്ല. അത് എൻ്റെ ഒരു പ്രസംഗത്തിൽ ഉണ്ടാകുന്നൊരു പ്രോബ്ലം അതാണ്. എല്ലാവരും ചോദിക്കും എന്തിനിങ്ങനെ വൈകാരികമായിട്ട് പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ഹൃദയം എൻ്റെ മെമ്മറിയിലേക്ക് പാസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചുണ്ടുകൊണ്ട് പറയാറുള്ളൂ. 2 തരം സ്പീച്ച് ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഉണ്ടല്ലോ, വെറുതെ അങ്ങനെ പറഞ്ഞു പോവുക. ഞാൻ പിന്നെ പ്രസംഗത്തിന് മുമ്പ് വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കും, അത് നോട്ട്സ് ഉണ്ടാക്കും. ഞാൻ നോട്ടില്ലാതെ പ്രസംഗിച്ചാൽ എനിക്ക് ഇപ്പോഴും പിന്നെ വിറക്കും. എനിക്ക് നോട്ട്സ്, എന്തെങ്കിലും ഒരു പേപ്പർ മുമ്പിൽ വെക്കാതെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. എനിക്ക് നോട്ട് വേണം. അപ്പം നന്നായി പ്രിപ്പയർ ചെയ്യും നന്നായിട്ട്. പിന്നെ ഞാൻ പറയാം, എനിക്ക് ബോധ്യമാവണം. നിങ്ങൾ എന്നെ എത്ര പറഞ്ഞാലും, ഞാൻ എൻ്റെ ഒരു ഡ്രസ്സൊക്കെ എടുക്കണ മാതിരിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ഞാൻ എടുക്കുള്ളൂ. അതുപോലെയാണ്, എനിക്ക് ബോധ്യമായാലും ഞാൻ ആ കാര്യം വേറെ ആൾക്ക് പ്രസന്റ് ചെയ്യും.